ഈ കഥാപ്രസംഗത്തിലൂടെയാണ് ഹാസ്യം എന്ന് പറയുന്ന ഒരു ശാഖ ഉണ്ടായത്. ആദ്യകാലത്ത് പറയാൻ പറ്റൂ. അല്ലല്ല, കഥാപ്രസംഗം അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ സാധാരണ അത് ചാക്യാരുടെയും കുഞ്ചൻ നമ്പ്യാരുടെയും ഹാസ്യത്തിന് കുറച്ച് നിലവാരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സാധാരണ തീർച്ചയായിട്ടും അതില്ലാന്ന് തന്നെ പറയും. നിലവാരം തകർന്നു എന്ന് ഞാൻ പറയും. ഉറപ്പായിട്ടും അതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഈ കഥാപ്രസംഗത്തിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ സാംബസാറിന്റെ കാര്യം അങ്ങ് പറഞ്ഞല്ലോ, സാറ് പറയുന്നുണ്ടല്ലോ ഈ രാവിലെ തോർത്തെടുക്കുമ്പോൾ അത് എണ്ണ കലിച്ച് കരിക്കോല് പോലെ ഇരിക്കുക, അതുകൊണ്ട് വേണേ കരിക്കുംകൊല കുത്തിയിടാം. ഇത് നിത്യജീവിതത്തിലൊരു ഹാസ്യമാണ്. ഇങ്ങനത്തെ സാധാരണ ഹാസ്യം പറയുന്നത് കഥാപ്രസംഗമായിരുന്നു. ആ കഥാപ്രസംഗത്തിൽ നിന്ന് ഒരുപക്ഷെ ഇപ്പൊ മധു ചെയ്യുന്ന പോലെ വീടിരായപ്പൻ എന്ന് പറയുന്ന ഒരു കാഥികനാണ് കോമഡി കഥാപ്രസംഗമായിട്ട് രംഗത്തേക്ക് വന്നത്. അവിടെ നിന്നാണ് കോമഡി എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ടായത്. പിന്നീടാണ് കോമഡി ഷോ ഒക്കെ വന്നത്. ഈ കോമഡി മിമിക്രി ഈ കലാരൂപം തന്നെ വന്നത് കഥാപ്രസംഗത്തിൽ നിന്നാണെന്നാണ്. കഥാപ്രസംഗം എതിർപ്പുണ്ടോ?